നമസ്കാരമുണ്ട്. കാത്തിരുന്ന സമരാഗ്നി അവിടെ അവസാനിക്കുകയാണ്. കാസർഗോഡ് നിന്ന് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ചേർന്ന് കൊളുത്തിയ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലേക്ക് കൊളുത്തി പകർത്തി എന്ന് KPCC പ്രസിഡന്റ് അവകാശപ്പെടുന്ന സമരാഗ്നിക്ക് സമാപനമാക്കുകയാണ്. തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആയിരക്കണക്കിന് പേരെത്തിയിട്ടുണ്ട് സമരാഗ്നിയുടെ സമാപനം കാണാൻ. ഉയർത്തിയ മുദ്രാവാക്യങ്ങളെക്കാൾ മറ്റ് പലതുകൊണ്ടും സമരാഗ്നി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞങ്ങൾ രാമലക്ഷ്മണന്മാരെ പോലെയാണെന്ന് പറയും. രാവിലെ അടികൂടും, വൈകുന്നേരമാകുമ്പോൾ ഒന്നിക്കും, പിറ്റേന്ന് വീണ്ടും അടികൂടും. സ്നേഹം മൂത്ത് മൈഡിയറെ എന്നിവരെ വിളിക്കേണ്ട സാഹചര്യമുണ്ടായി എന്നാണ് ശത്രുക്കൾ പറയുന്നത്. ഞാൻ വിളിച്ചത് മൈഡിയറെ എന്നല്ല, ഞാൻ പറഞ്ഞത് മര്യാദ എന്നാണ് KPCC പ്രസിഡന്റ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളേതായാലും അത് തീർന്നല്ലോ എന്ന ആശ്വാസത്തിൽ അതിൻ്റെ സമാപന സമ്മേളനം കാണാൻ പോവുകയാണ്. പ്രേക്ഷകരെ അവിടേക്ക് ക്ഷണിക്കുന്നു. ഈ വേദിയിലേക്ക് കടന്നു വരുന്ന ഒരു വെട്ടവും അണയ്ക്കരുത്, ഒരുപാട് കാണാനുണ്ട്. തുടങ്ങാം. നോക്കിയാൽ എന്തൊരു ഗംഭീര സദസ്സാണ്. രേവന്ത് റെഡ്ഡി, സച്ചിൻ പൈലറ്റ്, ജിഗ്നേഷ് മേവാനി തുടങ്ങി അവിടെ നിന്ന് വന്ന ഒരുപാട് പേര്, ഇവിടെ ഉള്ള ബാക്കിയുള്ളവർ സംസാരിക്കാൻ തന്നെ ഏതാണ്ട് 2 ഡസൻ ആളുണ്ട്. നാട്ടുച്ചയ്ക്ക് 1 മണിക്കും കണ്ട കോൺഗ്രസ്സുകാരിലോട് അവിടെ വന്നിരുന്ന് തുടങ്ങിയതാണ്. സൂപ്പർ വെയിലാണ്, അറിയേണ്ട കാര്യമില്ല, കുമ്പച്ചൂടാണ്. ഈ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് 10-12 പേര് പ്രസംഗിച്ചപ്പോഴത്തേക്ക് ആളുകൾ എണീറ്റിട്ട് വെള്ളം കുടിക്കാനും ഇത് കാണാനും ഒക്കെ പോയിട്ട് കാണും, സ്വാഭാവികം. പക്ഷേ സുധാരസ്ഥാനത്ത് ഒട്ടും പിടിച്ചില്ല. പുള്ളി എഴുന്നേറ്റ് ചോദിക്കുന്നു. 12ാമതാം കണ്ട സംസാരിക്കാൻ എഴുന്നേറ്റതേ, ബാക്കിയുള്ളത് സംസാരിക്ക് മാറണമല്ലോ. ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ഇവിടെ ഒരു സമ്മേളനം നടത്തിയിട്ട് ഇവിടെ ഞാനൊക്കെ സംസാരിക്കാൻ എഴുന്നേക്കുമ്പോൾ കസേര മാത്രമാണ്. നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേടെ, എന്തിനാണിടേ നിങ്ങളിത് വരുന്നത്, നിങ്ങളിത് കാണാനാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് തുടങ്ങി പുള്ളി പരാതിയോട് പരാതി. ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇറങ്ങി അങ്ങനെ അങ്ങ് പോയതാണ്. നിങ്ങളെങ്കിലും ഒരു മേലിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ, ഇപ്പൊ പോയാറു പോയി, അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത്. നിങ്ങളോട് ഞാൻ പറയുന്നു, അവരെ വെച്ച് അവരെ കാട്ടി നിങ്ങളെങ്കിലും മേലിൽ ഇനി ഇതുപോലെ സമ്മേളനത്തിന് പോയാൽ പ്രസംഗം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പോകരുത്, ഇവിടെ ഇരിക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം എൻ്റെ പ്രവർത്തകരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. പതിവുപോലെ സുധാകരനെ തിരുത്താൻ സതീശനുണ്ട്. ഞാനൊരു തിരുത്തൽ ശക്തിയാണ് എന്ന് കൂടെ പുള്ളി പറയുന്നത് വെറുതെ അല്ല, ഇവിടെയും തിരുത്തുക. വേറെ ഒന്നുമല്ല, സതീശൻ പറയുന്നത് ഇവരെല്ലാം നട്ടുച്ചയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നതാണ്. വെയിൽ ഉള്ളുമ്പോൾ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പ്രസിഡന്റിനെ ശോഭിച്ചിട്ടോ വേദനിച്ചിട്ടോ കാര്യമില്ല എന്ന മട്ടിൽ സതീശൻ അവിടെയും സുധാകരനെ തിരുത്തുകയാണ്. ഇവർ തങ്ങളുള്ള ഈ തിരുത്തൊക്കെ മുഴുവൊക്കെ ഏത് കാലത്ത് അവസാനിക്കും എന്ന് കോൺഗ്രസ്സുകാർ നോക്കുന്നുണ്ട്. നമ്മുടെ വളരെ വൈകി പ്രസിഡന്റിന് ഒരു വിഷമം വന്നു പെട്ടെന്ന് പോയപ്പോൾ. പക്ഷേ പ്രസിഡന്റ് 3 മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. പിന്നെ കോൺഗ്രസിനൊരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ്. ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു. 12 പേര് പ്രസംഗിച്ചു കഴിഞ്ഞു, 13ാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടാതുകൊണ്ടാണ്. അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട. അങ്ങനെ KPCC പ്രസിഡന്റ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വീണ്ടും തിരുത്തുകയാണ്. ഈ തിരുത്തൽ ഈ സമരാഗ്നി തുടങ്ങിയ ദിവസം തുടങ്ങിയതാണ് എന്ന് പതുക്കെ സുധാകരൻ മനസ്സിൽ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ വീണ്ടും തർക്കം, എങ്ങനെയും പരിപാടി തീർക്കാം. എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞല്ലോ അല്ലേ? വേഗമാകട്ടെ, ദേശീയഗാനം പരിപാടി അവസാനിപ്പിക്കാൻ പോകും. ദേശീയഗാനം എന്ന് പറഞ്ഞതും ദേശീയഗാനം പാടി വർഷങ്ങളുടെ പരിചയമുള്ള പാലോട് രവിചന്ദ്രൻ ചാടി വീഴുന്നു. പാട്ട് തുടങ്ങും. ജനഗണ മംഗളദായക ജയ ഹേ, come on everybody, ജനഗണ മംഗളദായക ജയ ഹേ. ഒരു മിനിറ്റ്, അവിടെ CD മംഗളമല്ല മനോരമ എന്ന മട്ടിൽ സിദ്ദിഖ് ചാടി ആ മൈക്കിലോട്ട് വീഴുകയാണ്. സിദ്ദിഖിൻ്റെ പിടുത്തം കണ്ടാൽ പാലോട് രവിയുടെ കഴുത്തിനാണോ മൈക്കിൻ്റെ പടത്തിലേക്കാണോ പിടിക്കുന്നത് എന്നൊരു സംശയം. എത്രയോ വർഷമായി ദേശീയഗാനം പാടുന്ന ആളാണ്. കോൺഗ്രസിൻ്റെ സമ്മേളനമാണ്. ഏതെങ്കിലും കൊച്ചുകുട്ടികളെ വിളിച്ചു നിർത്തിയിരുന്നായിരുന്നെങ്കിൽ അവർ നല്ല അന്തസ്സായിട്ട് ഈ ദേശീയഗാനം പാടിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, രവിചേട്ടൻ പെട്ടെന്ന് പാടിയപ്പോൾ തെറ്റിപ്പോയതാണ്. അതുകൊണ്ട്
കൃത്യമായി പാടാമെന്ന് പറഞ്ഞ് വേറൊരു ചേച്ചി അവിടെ പാടി തുടങ്ങി. പക്ഷെ അതും തഥൈവ. ജനഗണ ജയ ഹേ ഭാരത ഭാഗ്യ വിദാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത. 2 ആഴ്ച മുമ്പാണ് പാലോട് രവി DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. ഏതോ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് പുള്ളി എന്ന് രാജി സമർപ്പിച്ചത്. വേണ്ട, പാലോട് രവിയുടെ സേവനങ്ങൾ പരിഗണിച്ച് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തെ തുടരട്ടെ എന്ന് KPC പ്രസിഡന്റ് തീരുമാനിച്ചതുമാണ്. അതിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നോ എന്ന് കെ സുധാകരൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. ഏതായാലും വെള്ളം കോരി ഒഴിച്ച് ഈ സമരാഗ്നി ഇങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചത് കാര്യമായി. സമയോചിതമായി ടി സിദ്ദിഖ് അവിടെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ വേറെ പലതും കേൾക്കേണ്ടി വന്നാൽ.